ഹായ്, ഒരടിപൊളി വെടിപ്പടം. അതാണ് റൈഫിൾ ക്ലബ്ബ് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന ഒരു ടാഗ്ലൈൻ. ഒരുപാട് നായകന്മാരും നായികമാരൊക്കെ ഉണ്ട്. ഒരു ആഷിഖ് കപൂർ ചിത്രം. വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വിനീത്, വാണി വിശ്വനാഥ്, സുരേഷ് കൃഷ്ണ, ഉണ്ണിമായ, പിന്നെ ദർശന, അങ്ങനെ കുറേ പേര്, കുറേ നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. പിന്നെ നെഗറ്റീവ് റോളിലേക്ക് വരുന്ന മലയാളത്തിൽ ആദ്യമായിട്ടെത്തുന്ന അനുരാഗ് കശ്യപ്, പിന്നെ ഹനുമാൻ കൈൻഡ്, കൊണ്ടോട്ടിക്കാരൻ സൂരജ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഭയങ്കര കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് പോകുന്ന ഒരു സിനിമയാണെന്ന് ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സിനിമയിലേക്ക് വരുന്നത് വിനീത്, പിന്നെ നമ്മുടെ ഡാൻസറായ റംസാൻ, ആ ഒരു രീതിയിൽ മംഗലാപുരത്ത് വെച്ച് നടക്കുന്ന ഒരു കഥ പറഞ്ഞിട്ടാണ് സിനിമ എത്തുന്നത്. പിന്നീട് കണ്ണൂർ, വയനാട്, ഇങ്ങനെയാണ് സിനിമയുടെ ഒരു പോക്ക്. അങ്ങനെ മംഗലാപുരത്ത് വെച്ച് നടക്കുന്ന ഒരു വലിയ ഇൻസിഡൻറ്റിൻ്റെ ബാക്കിയായിട്ട് ഒരു പ്രതികാര മനോഭാവം ആ ഒരു രീതിയിലൊക്കെ വന്ന് വയനാട്ടിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഒരു റൈഫിൾ ക്ലബ്ബിലേക്ക് എത്തുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു ഗ്യാങ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ റൈഫിൾ ക്ലബ്ബിലാണ് നമ്മൾ കണ്ടതുപോലെ ദിലീഷ് പോത്തനും അവരുടെ ഒരു ടീമും, വിജയരാഘവൻ ഉൾപ്പെടുന്ന ഒരു ടീമുള്ളത്. അവരുടെ ടീമൊക്കെ ഒരു ആദ്യം ഇവരുടെ ഒരു എന്താണ് സംഭവം എന്നൊക്കെ ബോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്, ഇതാരാണ് ക്യാരക്ടേഴ്സ്, ഇവരെന്താണ് ചെയ്യുന്നത്, റൈഫിൾ ക്ലബ്ബിലെ പരിപാടികൾ, ക്ലബ്ബിലെ മെമ്പേഴ്സ്, അവർ തമ്മിലുള്ള കണക്ഷൻസ്, അതൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഒരു നോർമലി ചെറിയൊരു ഫൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നൊരു സംഭവമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലടിച്ച് വണ്ടടിച്ച്, ഞാൻ കണ്ടിട്ടുള്ള ഓഡിയൻസ് എന്ന് വെച്ചാൽ വലിയൊരു ഭയങ്കര ഒച്ച വിളിച്ച് അങ്ങനെ ഒരു ഓഡിയൻസ് അല്ല, കുറച്ചൊക്കെ സൈലൻ്റ് ആയിരുന്നു അത്യാവശ്യമുള്ള ഓഡിയൻസിൻ്റെ കൂടെയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ചില മൊമെൻറ്റ്സ് എത്തുമ്പോൾ എവിടെയാണെന്നറിയില്ല ഇവരുടെയൊക്കെ ഒരു കയ്യടി കൂവിളിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിട്ട്, അതായത് ആ പോയിന്റ് നമുക്ക് എത്തുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആവേശം അതൊക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ സിനിമയിൽ പറ്റിയിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും കറക്റ്റ് അവരുടെ, അത് ചെറിയൊരു റോളായിരിക്കാം, പക്ഷെ അവർക്കുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആഷിഖ് കപൂർ സിനിമാറ്റോഗ്രാഫറായിട്ട് കൂടി എത്തുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പുള്ളി അതിലേക്ക് പുള്ളിയുടെ ഒരു എന്താ പറയുക, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റോള് കൂടി പുള്ളി അസാമാന്യമായിട്ട് ഡീൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് റക്സ് വിജയൻ്റെ മ്യൂസിക് അസാമാന്യ മ്യൂസിക്കാണ്. ഒരു ഇൻട്രോ സീനൊക്കെ എനിക്കിപ്പോഴും അനുരാഗ് കശ്യപിൻ്റെ ആ ഒരു ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അതായത് വയനാട്ടിലൊക്കെ എത്തുന്ന ഒരു അനുരാഗ് കശ്യപിൻ്റെ ഒരു ഇൻട്രോ സീൻ, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്ത് ഭംഗിയായിട്ടാണ് പുള്ളി ആ മ്യൂസിക് അതിൽ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ. എല്ലാം അതെ, സിനിമ കൊണ്ടുപോകുന്ന മൊത്തം മ്യൂസിക് ആട്ടോ, മ്യൂസിക് തന്നെയാണ് കളിയൊക്കെ. കുറേ ഡയലോഗിൻ്റെ അതിപ്രസരോ അങ്ങനെ ഒന്നുമില്ല, വേണ്ട സാധനം. അതായത് 114 മിനിറ്റാണ്, 2 മണിക്കൂർ പോലും ഇല്ല സിനിമ. അപ്പോൾ വേണ്ട സാധനം മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഹനുമാൻ കൈൻഡിൻ്റെ ഒരു സ്വാഗ് ഉണ്ട്. എന്ത് രസമാണെന്ന് പറയുമോ ആ ഇൻട്രോയിലൊക്കെ പുള്ളി കടന്നു വരുന്ന രീതി, ഈ റൈഫിൾ ക്ലബ്ബിലേക്ക് പുള്ളി വരുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ആ സ്വാഗൊക്കെ ഭയങ്കര രസമാട്ടോ. നമ്മൾ ഇരുന്ന് ആസ്വദിച്ച് അല്ലെങ്കിൽ കൂകി വിളിച്ച് കയ്യടിച്ച് നമ്മൾ വെൽക്കം ചെയ്യുന്ന പോലെ റൈഫിൾ ക്ലബ്ബിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു സൂരജ് ഉണ്ട്. അപ്പോൾ ആ ഹനുമാൻ കൈൻഡിൻ്റെ ഇൻട്രോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വാണി വിശ്വനാഥ്, എനിക്ക് തോന്നുന്നു അവരുടെ കംബാക്ക് കഴിഞ്ഞിട്ട് എനിക്ക് പഴയ സിനിമയിലൊന്നും അങ്ങനെ അത്ര വലിയൊരു ഇമ്പാക്റ്റ് തോന്നിയില്ല. പക്ഷേ ഇതിൽ റൈഫിൾ ക്ലബ്ബിൽ അവർക്ക് കൊടുത്തിട്ടുള്ള റോള്, അത് അവർ ചെയ്തു വെച്ചിട്ടുള്ള രീതിയൊക്കെ അടിപൊളിയാണ്. സുരേഷ് കൃഷ്ണയുണ്ട് കൂടെ. സുരേഷ് കൃഷ്ണനെ നമ്മൾ മറ്റേ അങ്ങനെ ഒരു സ്റ്റാറൊക്കെ ആക്കി വെച്ചതിന് ശേഷം കാണുന്ന വേറൊരു രീതിയിലുള്ള, അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫയർ സാധനങ്ങളൊക്കെ ആയാലും അത് നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെയാണ്. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ തിയേറ്ററിലെത്തിയാൽ ഉറപ്പായും അതിനേക്കാളും ഇഷ്ടപ്പെടുന്നു ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുള്ളൊരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മൾ സിനിമ ഇങ്ങനെ കണ്ടിരുന്നു പോകും, കണ്ടെടുക്കാതെ കണ്ടിരുന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ക്ലൈമാക്സ് ഒന്നും പറയണ്ട, ആ രീതിയിലാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഫുൾ ഫയറിംഗ് ആണ്, അങ്ങോട്ട് വെടിപൊട്ടിക്കുക ഇങ്ങോട്ട് വെടിപൊട്ടിക്കുക, ആ മൂഡിലൊക്കെ നിർത്താതെ ഫയറിങ്. അപ്പോൾ ഒരു റൈഫിൾ ക്ലബിനകത്ത് ഉള്ളവർ ഈ പ്രാക്ടീസ് ചെയ്യുന്നല്ലാതെ റിയൽ ലൈഫിൽ ഇത് അനുഭവിക്കണം. അതിലൊരു ചോദ്യം കൂടിയുണ്ട് വിജയരാഘവനോട് ഇരിക്കുന്നത്, ഇത് ശരിക്കും നടക്കണം എന്ന് നിങ്ങൾ മുന്നേ ആഗ്രഹിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിജയരാഘവൻ്റെ ഒരു ഉത്തരവൊന്നുമില്ല, ഒരു ചിരിയാണ് അതിൽ കൊടുക്കുന്നില്ല. ആ സാധനം കറക്റ്റ് കൊണ്ടുപോകുന്ന ഒരു ക്ലൈമാക്സ് കൂടിയാണ്. ഒന്നും നോക്കാനില്ല, ഫയർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കടാന്നുള്ള മൂഡിൽ തന്നെ അതിപ്പം അതിൽ ഇപ്പം പൊന്നമ്മ ബാബു ഒക്കെ ഉണ്ട്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഏത് റോളാണോ ചെയ്തിട്ടുള്ളത് അവർക്ക് കൃത്യമായ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് തന്നെ തോന്നിയിട്ടുണ്ട്.
പിന്നെ ഈ റെക്സിൻ്റെ മ്യൂസിക് കൂടി ആകുമ്പോൾ അടിച്ച് കയറുകയാണ് സാധനം. ക്ലൈമാക്സ് ഒക്കെ പൊള്ളിയാണ്. അനുരാഗ് കശ്യപ് ആയാലും അതായത് വലിയ ഗുണ്ടകളൊന്നുമല്ല, പക്ഷേ ഒരു റൈഫിൾ ക്ലബിൻ്റെ അകത്ത് നടക്കുന്നവർ. പക്ഷെ അതായത് ഒരു ലൊക്കേഷൻ തന്നെയാണെങ്കിലും നമുക്കത് മടുക്കില്ല, ബോറടിക്കില്ല. ഇവർ ഒരേ കോസ്റ്റ്യൂമിൽ തന്നെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, എന്നാലും നമുക്കതൊരു ബോറടി ഫീൽ ചെയ്യില്ല. അങ്ങനെ ചെറിയൊരു സമയം, അതായത് 114 മിനിറ്റ് എന്ന് പറയുന്ന സമയത്തിൽ വേണ്ട സാധനം എന്താണോ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നാലേ അതിൻ്റെ ആ ഒരു മൂഡ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഓരോ ഷോട്ടൊക്കെ വരുമ്പോൾ സമയത്ത് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യില്ല, അത് തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അമ്മാതിരി പൊളിപ്പാടാണ്. ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണുക. കൂടുതലൊന്നുമില്ല, കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.